ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ സമാധി ചടങ്ങുകൾ ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ 12:20 ആരംഭിക്കും. സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ ആചാരവിധിപ്രകാരമായി ആകും ചടങ്ങുകൾ നടക്കുക. ആശ്രമത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് അഗ്നിസമാധിയായിട്ടാകും ചടങ്ങുകൾ. ശ്രീരാമദാസ ആശ്രമത്തിൽ ഭൗതിക ശരീരം ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനും പുഷ്പാർച്ചന നടത്തുവാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചേങ്കോട്ടുകോണം ആശ്രമത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. യതിപൂജ നടത്തുന്ന ഒരു കാര്യങ്ങൾ വിശദമായി തീരുമാനിക്കും. അത് പിന്നാലെ അറിയിക്കുന്നതാണ്. 12 മണി കഴിയുമ്പോൾ 12:20 കൂടിയിട്ടാണ് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ഇന്നലെ 8 മണിയോടും കൂടി ഇവിടെ ആ ദിവ്യ ശരീരം ഇവിടെ എത്തുകയും ഭക്തജനങ്ങൾ എല്ലാവരും ഇവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനാതുറയിലുള്ള ആളുകൾ, പാർട്ടി വ്യത്യാസം കൂടാതെ, ജാതി വ്യത്യാസം കൂടാതെ, അതുപോലെ തന്നെ പല സമുദായങ്ങളിലും, അതുപോലെ തന്നെ സന്യാസിമാരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേർ ഇതിനകം വന്നു പോയി കഴിഞ്ഞു. സ്വാമിജി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ശിഷ്യന്മാരായി 14 ആളുകളാണ് ഉള്ളത്. ഈ 14 ആളുകൾ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും അധ്യക്ഷൻ. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. യാതൊരു മത്സരങ്ങളും അതിനകത്തില്ല. അപ്പോൾ ആ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാകും, ഒരു ജനറൽ ബോഡി ഉണ്ടാകും, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാകും. ആ നിലയിലാണ് ഓരോരുത്തർക്ക് ഓരോ ചുമതലകളുണ്ടാകും. ദേവസ്വത്തിൻ്റെ ചുമതല, അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ ചുമതല, പല 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 ചുമതലകളിങ്ങനെ ഓരോരുത്തരും അത് വഹിക്കുന്നതാണ്. ശ്രീരാമദാസാശ്രമം ബാംഗ്ലൂർ മഠാധിപതി ശ്രീ ശക്തിശാന്താനന്ദ മഹർഷി സ്വാമി അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷനായ ബ്രഹ്മാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ചേങ്കോട്ടുകോണം ആശ്രമത്തിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, 12:20 അദ്ദേഹത്തെ സമാധിയിരുത്തുന്ന ചടങ്ങുകൾ ആരംഭിക്കും എന്നറിയാൻ കഴിയുന്നു. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കൂ പ്രശാന്ത്. ഗൗതം, ഇപ്പോൾ ആശ്രമത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് പൊതുദർശനം തുടരുകയാണ്. സ്വാമിജിയുടെ നാനാതുറയിലുള്ള സമൂഹത്തിൻ്റെ, സമാജത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള നാനാതുറയിലുള്ള ആളുകൾ ഈ സ്വാമിജിയെ ദർശിക്കുവാനും പുഷ്പാർച്ചന നടത്തുവാനുമായി ഈ സ്ഥലത്തേക്ക്, ചേങ്കോട്ടുകോണം ആശ്രമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 മണി വരെ ആണ് ഈ പൊതുദർശനം, ഭൗതിക ശരീരത്തിൻ്റെ, തൃപ്പാദങ്ങളുടെ ഭൗതിക ശരീരത്തിൻ്റെ പൊതുദർശനം 12 മണി വരെ ഇവിടെ നടക്കും. അതിനുശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക. അഗ്നിസമാധിയായിട്ടാണ്, ഒരു പ്രത്യേക സമ്പ്രദായത്തിൻ്റെ വിധിപ്രകാരം നടത്തുന്ന അഗ്നിസമാധിയാണ്. നമ്മൾ നേരത്തെ ഉള്ളതിൽ നിന്ന് അതുപോലെ തന്നെ ഒരു സമാധി ക്രമമാണ് അഗ്നിസമാധി എന്ന് പറയുന്നത്. അങ്ങനെ അഗ്നിസമാധിയിലിട്ട രീതിയിലാണ് സ്വാമിജിയുടെ സമാധി ചടങ്ങുകൾ നടക്കുക. ആശ്രമത്തോട് ചേർന്ന് തന്നെ, ശ്രീരാമദാസ ആശ്രമത്തോട് ചേർന്ന് തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. അവിടേക്ക് ഈ ഭൗതിക ശരീരം ആനയിക്കുകയും പോവുകയും ചെയ്യും. അവിടെ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. നാമമന്ത്രം മുഖരിതമായി സ്വാമിയെ അവസാന യാത്രയപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേദമന്ത്രധ്വനികളിലൂടെയും നാമജപങ്ങളിലൂടെയെല്ലാം ഇവിടെ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണിയോടുകൂടി തന്നെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതും സമാധിയിരുത്തൽ ചടങ്ങുകളിലേക്ക് കടക്കുക. അതിലും വിശേഷമായ വേദമന്ത്രങ്ങളും വേദമന്ത്ര ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ സമാധിയിരുത്തൽ ചടങ്ങുകളും ആരംഭിക്കുക. അതോടൊപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം എത്തുകയും അതിൻ്റേതായ പദ്ധതിക്കനുസരിച്ച് സരസ്വതി സമ്പ്രദായത്തിലാണ് ഇവിടെ ഈ സന്യാസ പരമ്പരയുള്ളത്. ആ സരസ്വതി സമ്പ്രദായത്തിലെ പരമ്പര അനുസരിച്ചുള്ള ചടങ്ങുകളും അതിൻ്റെ വിധിപ്രകാരമുള്ള വേദമന്ത്ര വിധിപ്രകാരമുള്ള ചടങ്ങുകൾ, താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടക്കും. അങ്ങനെയാണ് ഈ സമാധിയിരുത്തൽ ചടങ്ങുകളിലേക്ക് കടക്കുക. സമൂഹത്തിൻ്റെ, സമാജത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ സ്വാമിയെ ഒരു നോക്ക് കാണുവാനും ഈ ആശ്രമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമിജി ഒരു
ബ്രഹ്മപാദാനന്ദ സ്വാമിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജനകീയനായ സ്വാമിജി കൂടിയാണ്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ജനങ്ങളോട് സ്നേഹത്തോടു കൂടിയും സൗഹൃദത്തോടു കൂടിയും എല്ലാം ഇടപെടുകയും വിവിധ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നൊരു സ്വാമിജി കൂടിയായിരുന്നു. പോറ്റിസ്വാമി എന്നാണ് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഭക്തർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രം നിർവഹിച്ച സ്വാമിജിയാണ് ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികൾ. അങ്ങനെ ആണ് കുറച്ച് ദിവസങ്ങളായി സ്വാമിജിയുടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സ്വാമിജിയുടെ സമാധി സംഭവിക്കുന്നത്. തുടർന്ന് ആശ്രമത്തിൽ പ്രത്യേകം പൂജകൾ, അതായത് ഈ സമാധി ഇരുത്തൽ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നു. അതിനുശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ആ പൊതുദർശനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനവരതം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. സ്വാമിജിയെ ഒരു നോക്ക് കാണുവാനും അവസാനമായി ആ സ്വാമിജിയുടെ ദർശനം നേടുവാനുമെല്ലാം നിരവധി പേർ എത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് BJP ജില്ലാ സിറ്റി അധ്യക്ഷൻ കരമന ജയൻ എത്തിയിരുന്നു. അങ്ങനെ നാനാതുറയിലുള്ള ആളുകൾ ഈ ആശ്രമ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗൗതം. പ്രശാന്ത്, ചേങ്കോട്ടുകോണം ആശ്രമം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സ്വാമി സത്യാനന്ദ സരസ്വതിയാണ്. കേരളത്തിൽ ഹൈന്ദവ സമൂഹം ഇന്ന് അഭിമാനത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ, തലയെടുപ്പോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായ ഘടകങ്ങളിലൊന്ന് സ്വാമി സത്യാനന്ദ സരസ്വതി അദ്ദേഹം ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികൾ തന്നെയാണ്. അങ്ങനെയുള്ള സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ ബ്രഹ്മാനന്ദ സ്വാമിയും. അതിനാൽ അദ്ദേഹത്തിൻ്റെ സമാധി ഒരുക്കുന്നത്, സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ സമാധി നമുക്കറിയാം ചെങ്കോട്ടുകോണത്താണുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണോ തൻ്റെ പ്രിയ ശിഷ്യനും സമാധി ഒരുക്കുന്നത്? പ്രശാന്ത്. ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ബ്രഹ്മാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ സമാധി സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് 12:20 അദ്ദേഹത്തെ സമാധി ഇരുത്തിക്കൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ നടക്കുന്ന ഈ ചടങ്ങിന് സന്യാസി വര്യന്മാർ നേതൃത്വം നൽകും. ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ പങ്കുവച്ചത് പ്രശാന്ത് ശങ്കരമംഗലത്ത്.